നവംബർ 9 രക്തസാക്ഷിയായ വിശുദ്ധ തെയോഡോർ ടീറോയുടെ തിരുനാളിൽ ആഗോളസഭ. പൗരസ്ത്യ പ്രദേശത്ത് കുലീന കുടുംബത്തിലായിരുന്നു തെയോഡോർ ജനിച്ചത്. യുവാവായിരിക്കുമ്പോൾ തന്നെ അവൻ സൈന്യത്തിൽ ചേർന്നു. 306 ചക്രവർത്തി ഒരു വിളംബരം വഴി ആജ്ഞാപിച്ചു എല്ലാ ക്രിസ്ത്യാനികളെയും വിഗ്രഹത്തിന് ബലി സമർപ്പിക്കണമെന്ന്. തെയോഡോർ സൈന്യത്തിൽ ചേർന്ന് പോന്തൂസിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒന്നുകിൽ മതത്യാഗം അല്ലെങ്കിൽ മരണം എന്ന വിധിയുണ്ടായത്. അദ്ദേഹം സൈന്യാധിപനോട് പറഞ്ഞു, താൻ ക്രിസ്ത്യാനിയാണെന്നും താൻ ഓരോ അവയവവും വെട്ടിമുറിച്ച് ദൈവത്തിന് സമർപ്പിക്കപ്പെടാവുന്നതാണെന്നും. ശാന്തത കൊണ്ട് തെയോഡോറിനെ മാനസാന്തരപ്പെടുത്താമെന്ന് കരുതി സൈന്യാധിപൻ കുറെ നേരത്തേക്ക് ഒരു തീരുമാനവും പറഞ്ഞില്ല. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം എസിസിന്റെ ക്ഷേത്രം ദഹിപ്പിച്ചു കളഞ്ഞു. താനാണിത് ചെയ്തതെന്ന് മറച്ചുവെച്ചുമില്ല. എന്നിട്ടും ന്യായാധിപൻ തെയോഡോറിനെ ഉപദേശിച്ചു വിശ്വാസം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ. തെയോഡോർ കുരിശടയാളം വരച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ശ്വസിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കും. ക്രൂരമായി തെയോഡോറിനെ മർദ്ദിച്ച ശേഷം ന്യായാധിപൻ ചോദിച്ചു, എത്ര ലജ്ജാവഹമായ ഒരു നിലയിലാണ് ക്രിസ്തു താങ്കളെ എത്തിച്ചിട്ടുള്ളതെന്ന് കാണുന്നില്ലേ? ഇത് ഞാനും ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നവരും സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹം പ്രതിവചിച്ചു. തീയിലിട്ട് തെയോഡോറിനെ ദഹിപ്പിക്കാൻ ന്യായാധിപൻ ഉത്തരവിടുകയും തെയോഡോർ ടീറോ കർത്താവിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിക്കുകയും ചെയ്തു. രക്തസാക്ഷിയായ വിശുദ്ധ തെയോഡോർ ടീറോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.